നമശിവായ. നമസ്കാരം. ഗീത ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ഓം ഹൃദം ഭൂജല സന്മൂർത്തിം ദിവ്യമംഗളവിഗ്രഹം ഗുരുധ്യായേത് സകല ദേവദേവീസ്വരൂപിണം ത്രേതായാം രാമരൂപായ ദ്വാപരേ കൃഷ്ണമൂർത്തയെ കലോ പൂർണ്ണാവതാരായ മധുരവരായ തേ നമ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൻ്റെ 18-ാം ശ്ലോകം വരെയാണ് നാം ശ്രദ്ധിച്ചത്. 18-ാം ശ്ലോകത്തിൽ നാം ശ്രദ്ധിച്ച ഭാഗം കർമ്മം അകർമ്മമായി മാറുന്നത് എങ്ങനെയെന്നും അകർമ്മം കർമ്മമായി മാറുന്നത് എങ്ങനെയെന്നും പറഞ്ഞു. അർജുനൻ ബന്ധുജനങ്ങളെ കണ്ട് യുദ്ധം ചെയ്യാനാകാതെ അദ്ദേഹത്തിൻ്റെ യുദ്ധമായ കർമ്മമായ യുദ്ധം അകർമ്മമായി മാറുന്നത് കാരണമാണ് അർജുനൻ യുദ്ധം ചെയ്യാനാവാതെ ഇരിക്കുന്നത്. ആ അർജുനനോടായി അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ഓരോ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കർമ്മത്തിൻ്റെയും അകർമ്മത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്താണ് കർത്തവ്യബോധത്തിലേക്ക് അർജുനനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഭഗവാൻ പറയുന്ന അടുത്ത ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 19. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിത ജ്ഞാനാഗ്നിഗ്ധ കർമ്മണാം തമാഹു പണ്ഡിതം ബുധാഃ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ആരാണോ തങ്ങളുടെ കർമ്മങ്ങൾ കാമനാരൂപമായ സങ്കല്പങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് യാതൊരു സങ്കല്പങ്ങളുമില്ലാതെ അവയെ ജ്ഞാനരൂപിയായ അഗ്നിയിൽ ദഹിപ്പിച്ചുകൊണ്ട് ഇതം നമ്മമ്മ ആഗ്നേയമന്ത്രം അഗ്നിയിൽ ദഹിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത്, ആ ബുദ്ധിമാന്മാരെ പണ്ഡിതർ എന്ന് വിളിക്കാം. ഒരു ഹോമം ചെയ്യുന്നത് പോലെ തൻ്റെ കർമ്മങ്ങൾ സാങ്കല്പികങ്ങളായ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവയെ ജ്ഞാനരൂപിയായ അഗ്നിയിൽ ദഹിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. അവരെ ബുദ്ധിമാന്മാർ. ആ ബുദ്ധിമാന്മാരെ പണ്ഡിതർ എന്ന് വിളിക്കാം എന്നാണ് പറയുന്നത്. അതായത് അർജുനൻ ബന്ധുജനങ്ങളെ കൊല്ലുന്നതിൽ ദുഃഖിച്ചിരിക്കുന്നത് ഭഗവാൻ ആ സമയത്ത് പറയുകയാണ്. രാഷ്ട്രത്തിൽ ശത്രുക്കൾ രാഷ്ട്രത്തെ ആക്രമിക്കുന്നു. അപ്പോൾ സൈന്യത്തിന് മുന്നിൽ പശുക്കളെ നിർത്തിയിരിക്കുകയാണ്. പശുക്കളെ കൊല്ലുന്ന അകർമ്മമാണെന്ന് ഏവർക്കും അറിയാം. എന്നാൽ ഭാവിയിൽ ആയിരക്കണക്കിന് പശുക്കളെയും നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കാൻ അപ്പോൾ ഗോഹത്യ ചെയ്തേ കഴിയൂ എന്നാണെങ്കിൽ അവിടെ ഗോഹത്യ കർമ്മമായി മാറുന്നു, കർമ്മമായി തീരുന്നു. എന്നാൽ പശുക്കളിൽ ആസക്തിയുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ നിഷ്കാമമായി ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുതന്നെയാണ് ഇപ്പോൾ അർജുനനും സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും വന്നു ചേരാറുണ്ട്. അതിനാൽ മനുഷ്യൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ വ്യക്തിഗത സുഖ ദുഃഖങ്ങളാകുന്ന കാമനകൾ വെടിഞ്ഞു വേണം. എന്തൊക്കെയാണ്? വ്യക്തിഗത സുഖ ദുഃഖങ്ങളാകുന്ന കാമനകൾ വെടിഞ്ഞു വേണം അത് ചെയ്യാൻ. ഇങ്ങനെ കർമ്മത്തിൻ്റെ പ്രാധാന്യം സന്ദർഭം നോക്കി തിരിച്ചറിയാൻ കഴിയുമ്പോൾ കാമത്രയമായ ഫലാസക്തി ജ്ഞാനരൂപമായ അഗ്നിയിൽ ഭസ്മമായി തീരുന്നു എന്ന് സാരം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ നാം നേരിടണമെന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ മുന്നിലെത്തിയേക്കുന്ന ഒരു 10 പശുക്കളെ കൊന്നാൽ ഭാവിയിൽ അനേകായിരം പശുക്കളും കൊല്ലുകയും നാടിന് ആപത്തായി മാറുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കാം. അവസരമായി അവസരത്തിലൊത്തുമെന്ന് ചിന്തിച്ച് ഇപ്പോൾ ഗോഹത്യ അകർമ്മമാകുന്നില്ല, കർമ്മത്തിൻ്റെ ഭാഗം തന്നെ ആയിത്തീരുകയാണ്. അർജുനനെ
കർത്തവ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും അതുപോലെ പ്രാവർത്തികമാക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. നല്ലതുപോലെ ശ്രദ്ധിക്കുക, പഠിക്കുക, ഗീത ഓരോ ശ്ലോകവും വായിക്കുക, പഠിക്കുക, മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ അടുത്ത വചനവുമായി, അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം നമുക്ക് കാണുവാൻ ഭഗവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം.